ഹബീബായ തങ്ങൾ തന്നെ പറയട്ടെ, ഇന്ന ഹവാമൽ അർളി വഅഖാരിബഹാ തഖൂൽ. ഇനിയാണ് മഴ കിട്ടാത്തതിന്റെ കാരണം പറയുന്നത്. വയനാടൊന്നും മഴയില്ലല്ലോ, ചോര ഇറങ്ങിയിട്ടും മഴ കാണുന്നില്ല. ഏപ്രിലൊക്കെ കാലാവസ്ഥ പോലെയൊക്കെ മാറി വന്നിരിക്കുകയാണല്ലേ. അതിനുള്ള മറുപടിയാണ് ഇപ്പൊ പറയാൻ പോണ ഹദീസ്. ഇന്ന ഹവാമൽ അർളി വഅഖാരിബഹാ, ഭൂമിയിലെ ഇടജന്തുക്കളും തേളുകൾ പോലും പറയുമത്രേ. എന്തു പറയും? ലഅനല്ലാഹു ഇബ്ന ആദം, ആദമിന്റെ സന്തതിയെ മനുഷ്യനെ അല്ലാഹു ശപിക്കട്ടെ എന്ന് ഇടജന്തുക്കളും പക്ഷികളും വൃക്ഷങ്ങളുമെല്ലാം വിളിച്ചു പറയുന്നുണ്ടത്രേ. ലഅനല്ലാഹു ഇബ്ന ആദം, മനുഷ്യനെ അല്ലാഹു ശപിക്കട്ടെ. മുനിഅനൽ ഖതറ ബിശുഅമി മഅസിയതിഹി, അവൻ ചെയ്ത പാപങ്ങൾ കാരണം ഞങ്ങൾക്കും മഴ കിട്ടിയില്ലല്ലോ. മനുഷ്യന്റെ പാപ കാരണം മേഘപടലങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നില്ലല്ലോ. മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ കൊണ്ട് അല്ലാഹു മഴ വർഷിപ്പിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് മഴ കിട്ടാതെ പോയത്, ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ പോയത്, ഞങ്ങൾ ദാഹിച്ച് പരവശരാകുന്നത് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തിന്മ കൊണ്ടല്ലേ. അതുകൊണ്ട് ഓരോ പ്രദേശത്തെയും ജീവജാലങ്ങൾ മഴ കിട്ടാതിരിക്കുന്ന പ്രദേശങ്ങളിലെ മനുഷ്യന്മാരെ ശപിച്ചുകൊണ്ടിരിക്കുമത്രേ. ലഅനല്ലാഹു ഇബ്ന ആദം, മനുഷ്യനെ അല്ലാഹു ശപിക്കട്ടെ. മുനിഅനൽ ഖതറ ബിശുഅമി മഅസിയതിഹി, അവൻ ചെയ്ത പാപത്തിന്റെ അവലക്ഷണം കൊണ്ട്, പാപത്തിന്റെ ഭാരം കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് മഴ തന്നിട്ടില്ല, മനുഷ്യനാണ് അതിന്റെ കാരണം എന്ന് ഭൂമിയിലെ ഇടജന്തുക്കളും തേളുകൾ പോലും വിളിച്ചു പറയുമെന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ കൂട്ടമായി തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടന്നാൽ ഓരോ പ്രദേശത്തിനും മഴ കൊടുക്കും അല്ലാഹു. ചിലപ്പോ വാർഡടിസ്ഥാനത്തിലൊക്കെ മഴ കൊടുക്കാറുണ്ട് അല്ലേ? അങ്ങനെ ചെയ്യും. എന്താണെന്നറിയോ? അവിടെ ചിലപ്പോൾ നല്ല മനുഷ്യന്മാരുണ്ടാവും. സജ്ജനങ്ങൾ ഉണ്ടാകുന്നിടത്ത് അള്ളാന്റെ റഹ്മത്ത് വരുമെന്നാണ്. അള്ളാഹു ആ രീതിയിൽ സജ്ജനങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബ്.